വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതം 3-ാം സർഗത്തിലെ 27 മുതലുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നോക്കാൻ പോണത്. എല്ലാവർക്കും സ്വാഗതം. ഈ 27-ാമത്തെ ശ്ലോകം പുഷ്പിതാഗ്ര എന്ന വൃത്തത്തിലാണ്. മധുരിമഭരിതേ മനോഭിരാമേ മൃദുലതരസ്മിതമുദ്രിതാനനേന്ദൗ ത്രിഭുവനനയനൈകലോഭനീയേ മഹസി വയം വ്രജഭാജിലാലസാസ്മ. മധുരിമ നിറയും മനോഭിരാമം മൃദുലതരസ്മിതകോമളാനനത്താൽ ത്രിഭുവനമഖിലം മയക്കിടുന്ന വ്രജകുലബാലകദർശനം കൊതിപ്പൂ. മാധുര്യം നിറഞ്ഞതും മനസ്സിനെ ആകർഷിക്കുന്നതും അതുപോലെ വളരെ മൃദുലവും കോമളവും ഒക്കെയായ പുഞ്ചിരി തൂകുന്ന മുഖചന്ദ്രനോട് കൂടിയതും പുഞ്ചിരി തൂകി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ കാണാനുള്ള ആ വില്ലുമംഗലം സ്വാമിയാരുടെ ആഗ്രഹം തന്നെ ഓരോരോ പദ്യങ്ങളിൽ ഓരോ ശ്ലോകങ്ങളിലുമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഭഗവാനെ ഇങ്ങനെ പലതരത്തിൽ വർണ്ണിക്കണു. ആ കാണാനുള്ള കൊതി കൊണ്ട് അങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ് സ്വാമിയാർ. അതിലൊരു ശ്ലോകമാണ് 27-ാമത്തെ ശ്ലോകമാണ് ഇപ്പം നോക്കിയത്. പിന്നെ ഇപ്പം അങ്ങനെ ആ പുഞ്ചിരി തൂകുന്ന മുഖചന്ദ്രനോട് കൂടിയ കൃഷ്ണൻ ത്രിഭുവനത്തിലും ഉള്ള വസ്തുക്കളിൽ വെച്ച് നമ്മുടെ കണ്ണുകളെ മയക്കത്തക്ക ഒരൊറ്റ വസ്തുവും നമ്മുടെ കണ്ണുകളെ മയക്കാൻ ഉതകുന്ന ഒരേ ഒരു വസ്തുവാണ് എന്നാണ് പറയുന്നത്. അതുപോലെ അമ്പാടിയിൽ ലീലയാടുന്നതുമായ ആ തേജസ് കാണാൻ ഞങ്ങളങ്ങനെ അത്യാഗ്രഹത്തോടെ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പം വില്ലുമംഗലം ഞാൻ എന്നല്ല പറയണത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്ന് പറയുമ്പോഴും ഞങ്ങൾ എന്ന് പറയുമ്പോഴും അദ്ദേഹം നമ്മളെ ലോകരെയും കൂടി കൂട്ടി ചേർത്തിട്ടാണ് പറയണത്. ഭക്തന്മാരെ സജ്ജനങ്ങളെ കൂടി വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്ന് പറയണത്. നമ്മളെ പോലുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാരെല്ലാവരും ഇതുപോലെയുള്ള ആ ഒരു തേജസ് കാണാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നാണ് വില്ലുമംഗലം പറയണത്. അപ്പോൾ ആ ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരു ഇതാണ് പറയണത്. വില്ലുമംഗലത്തിന് എനിക്ക് കാണണം, എനിക്ക് വേണം എന്നുള്ള ഇതല്ല, എല്ലാവർക്കും കാണണം എന്നുള്ള ആ ഒരു മോഹമാണ് പറയണത്. അടുത്ത ശ്ലോകം ഉപജാതി എന്ന വൃത്തത്തിലാണ്. മുഖാരവിന്ദേ മകരന്ദബിന്ദു നിഷ്യന്തലീലാമുരളീ നിനാദേ വ്രജാംഗനാഭാംഗതരംഗഭൃംഗസംഗ്രാമഭൂമൗ തവ ലാലസാസ്മ. മുഖാരവിന്ദത്തിലുയർന്നിടുന്ന വംശീനിനാദാമൃതധാര തന്നിൽ ഗോപാംഗനാക്ഷി ഭ്രമരങ്ങൾ മാത്സര്യത്തോടടുക്കുന്നതു കാണവേണം. കുറച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പുഞ്ചിരി പൊഴിക്കുന്ന ആ മുഖം എന്ന് അല്ലേ. അപ്പോൾ പൂന്തേൻ തുള്ളി ഒഴുകുന്നത് പോലെ വേണുനാദം പൊഴിക്കുക. അപ്പോൾ ആ പുഞ്ചിരി തൂകുന്ന മുഖത്തിൽ നിന്ന് ഒഴുകുന്ന പൂന്തേൻ തുള്ളിയാണ് വേണുനാദം എന്നാണ് പറയണത്. അങ്ങനെ പൂന്തേൻ തുള്ളി ഒഴുകുന്ന പോലെ വേണുനാദം പൊഴിക്കുന്നതും ഗോപസ്ത്രീകളുടെ കടാക്ഷത്തിരമാലകളാകുന്ന വണ്ടുകൾ വ്രജാംഗനാഭാംഗതരംഗഭൃംഗസംഗ്രാമഭൂമൗ എന്നാണ് പറഞ്ഞേക്കണത്. ഗോപസ്ത്രീകളുടെ ആ നോട്ടം ഉണ്ടല്ലോ, അതിനെ എല്ലാവരുടെയും കൂടി നോട്ടാവുമ്പോൾ അത് ഒരു വണ്ടിൻ്റെ കൂട്ടം പോലെയാണ് എന്നാണ്. ആ തേന്, ആ വേണുനാദം
പൂന്തേൻതുള്ളി ഒഴുകുന്നത് പോലെയാണ് വേണുനാദം. ആ തേൻതുള്ളി കുടിക്കാൻ വേണ്ടി തിക്കിത്തിരക്കി ചെല്ലുന്ന വണ്ടുകളാണ് ഗോപസ്ത്രീകളുടെ കടാക്ഷങ്ങൾ എന്നാണ് സ്വാമിയാർ പറയണത്. എന്തല്ലേ ഭാവന, ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ കടാക്ഷമാലകളാകുന്ന വണ്ടുകൾ, ഭ്രമരങ്ങൾ തേൻ കുടിക്കാനായിട്ട് തിക്കിത്തിരക്കി ചെല്ലുന്ന ചെന്താമരപ്പൂവ് ആണ് ഭഗവാന്റെ മുഖം. ആ മുഖം, ചെന്താമരപ്പൂവ് പോലെയുള്ള ആ മുഖം ഒന്ന് കാണാൻ നാം വല്ലാതെ കൊതിക്കുന്നു എന്നാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ മുഖം ചെന്താമരപ്പൂവ്, അതുപോലെ വേണുനാഥം പൂന്തേൻ, ഗോപികമാരുടെ കടാക്ഷങ്ങൾ വണ്ടുകൾ. അങ്ങനെ ഭാവന എന്ത് മനോഹരമായ ഭാവനയാണ്. അപ്പം ആ ചെന്താമരയാകുന്ന മുഖത്തുനിന്ന് ഒഴുകുന്ന വേണുനാഥമാകുന്ന പൂന്തേൻതുള്ളി കുടിക്കാൻ വേണ്ടി ഗോപസ്ത്രീകളുടെ കടാക്ഷനിരയാകുന്ന വണ്ടുകൾ തിരക്കി പാറുന്നു എന്നാണ് പറയണത്. അടുത്ത ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ്. ആതാമ്രായതലോചനാംശുലഹരീലീലാസുധാപ്യായിതൈർഗീതാമ്രേഡിത ദിവ്യകേളിഭരിതൈ സ്ഫീതം വ്രജസ്ത്രീജനൈ സ്വേദാംഭക്കണഭൂഷിതേന കിമപി സ്മേരേണ വക്ത്രേന്ദുനാ പാദാംഭോജമൃദുപ്രചാരസുഭഗം പശ്യാമി ദൃശ്യം മഹ. ആരക്തായതലോചനാഭയമൃതം പോലെ ആസ്വദിച്ചങ്ങനെ വീണ്ടും ഗോപികൾ ഗീതി പാടി കളിയാടിയിടും വിലാസങ്ങളും തൂവേർപ്പിൻ കണമോടെ പുഞ്ചിരി പൊഴിച്ചിടുന്ന വക്ത്രേന്ദുവും പാദാംഭോജമുയർത്തിടും പ്രഭവവും കാണുന്നു ഞാൻ ധന്യമായി. ഈ ഇളം ചുവപ്പുള്ള കണ്ണുകളാണത്രേ ഭഗവാന്റെ. അത് മുമ്പേ പറഞ്ഞല്ലോ, ചെന്താമരപ്പൂ പോലെയുള്ള മുഖം എന്ന്. അപ്പോൾ ആ ഒരു ഇളം ചുവപ്പാണ് കണ്ണുകൾക്ക്. കണ്ണുകളുടെ രശ്മീതരംഗലീല എന്നാണ് പറയണത്. ആ രശ്മീതരംഗലീലയാകുന്ന അമൃതധാര ആതാമ്രായതലോചനാംശുലഹരീലീലാസുധാപ്യായിതയേ എന്നാണ്. അപ്പോൾ ആ ധാരയാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരും അങ്ങനെ പാട്ടുകൾ ഏറ്റുപാടി, ഒരാൾ പാടിയ പാട്ട് മറ്റേയാൾ ഏറ്റുപാടും, മറ്റുള്ളവരെല്ലാം ഏറ്റുപാടും. അങ്ങനെ ഏറ്റുപാടുന്ന പാട്ടുകൾ ആ അമ്പാടി പെങ്കിടാങ്ങൾ അങ്ങനെ ഏറ്റുപാടുകയാണ് അത്രേ. അപ്പോൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നതും പിന്നെ വിയർപ്പ് തുള്ളികൾ അണിഞ്ഞ് പുഞ്ചിരി തൂകുന്ന തെളിഞ്ഞ മുഖത്തോടു കൂടിയതും പാദങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്നത് കൊണ്ട് ഭംഗി വർദ്ധിച്ചതും ആയ ആ കാണേണ്ടുന്ന ആ ഒരു തേജസ്സിനെ ഞാനങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. ഇവിടെ ഗോപസ്ത്രീകളും കൃഷ്ണനും കൂടി വട്ടത്തിൽ നിന്ന് തമ്മിൽ കടാക്ഷിച്ചും പാട്ടുപാടിയും ഏറ്റുപാടിയും പതിഞ്ഞ കാലത്തിലും പതിഞ്ഞ താളത്തിനൊത്ത് ചുവടുകൾ വെച്ച് പുഞ്ചിരി തൂകി മുഖത്തിങ്ങനെ വിയർപ്പ് തുള്ളി പൊടിഞ്ഞ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതെവിടെയാണ്, എപ്പോഴാണ്? രാസക്രീഡാ സമയത്ത്. ആ രാസക്രീഡാ സമയത്തെ ആ ഭഗവാനെയും ഗോപസ്ത്രീകളെയും പറ്റിയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. അങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്ന പാദാരവിന്ദം മെല്ലെ മെല്ലെ നീങ്ങുന്നത് കൊണ്ട് ഭംഗി വർദ്ധിച്ചതാണ് ആ പാദാരവിന്ദം. അങ്ങനെ ആ കാണേണ്ടുന്ന ആ ഒരു തേജസ്സിനെ ഞാനങ്ങനെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്വാമിയാർ പറയണത്. ആ രാസക്രീഡയിൽ ആ മെല്ലെ മെല്ലെ പാട്ടുപാടിയും താളം ചവിട്ടിയും ഒക്കെയുള്ള ആ രൂപം ഞാനങ്ങനെ കാണുകയാണ് എന്നാണ് ഇപ്പോൾ പറയണത്. ഒരു ശ്ലോകവും കൂടി നോക്കാം.
പാണൗ വേണു പ്രകൃതി സുകുമാരാകൃതോ ബാല്യലക്ഷ്മീ പാർശ്വേ ബാലാ പ്രണയസരസാലോകിതാപാംഗലീലാ മൗലൗ ബർഹം മധുരവദനാംഭോരുഹേ മൗഖ്യമുദ്രേത്യാർദ്രാകാരം കിമപി കിതവം ജ്യോതിരന്വേഷയാമ. കയ്യിൽ വേണു സഹിതമതുലം സൗകുമാര്യം തിളങ്ങേ ഗോപസ്ത്രീകൾ പ്രണയഭരിതം നോക്കി നിന്നാസ്വദിക്കേ. പിഞ്ചം ചൂടി മധുരതരമായി പുഞ്ചിരിക്കും മുഖാബ്ജം മായാലോലം കരുണയുണരും ജ്യോതിയാരായിവു ഞാനും. ഇവിടെ അതിൻ്റെ തുടർച്ച, ഇപ്പം കുറച്ചു മുമ്പ് ചൊല്ലിയ ആ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് മന്ദാക്രാന്ത വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ കയ്യിൽ ഓടക്കുഴൽ, പിന്നെ കുട്ടിത്തം വിട്ടുപോകാത്ത ഒരു കൗമാരം തുടങ്ങി, കുട്ടിത്തം വിട്ടിട്ടുമില്ല, കൗമാരം തുടങ്ങുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ഒരു സൗകുമാര ശരീരം. പിന്നെ അടുക്കലിങ്ങനെ സ്നേഹം കൊണ്ട്, ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് മധുരമായി ഇങ്ങനെ കടാക്ഷങ്ങൾ പൊഴിക്കുന്ന ഗോപാല ബാലന്മാർ. പിന്നെ മുടിയിൽ മയിൽപ്പീലി, നല്ല സുന്ദരമായ മുഖത്തെ ഓമനത്വം, ഇങ്ങനെ കുളിർമ തോന്നിക്കുന്ന ആകൃതിയുള്ള ഒരു കപട തേജസ്സിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലമായി ഞാൻ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണു എന്നാണ് പറയണത്. ആ തേജസ് ഏതാ? ആ കപട തേജസ്, അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പുറം കൈ കൊണ്ട് തട്ടി മാറ്റി, ഇപ്പം ഇനി എന്നെ കാണണമെങ്കിൽ അനന്തങ്കാട്ടിൽ വരണം എന്നാണ് അന്ന് ഭഗവാൻ പറഞ്ഞത് സ്വാമിയാരോട്, അല്ലേ? പുറം കൈ കൊണ്ട് തട്ടിമാറ്റിയതിൻ്റെ ആ ഒരു ഇത് വിഷമം കൊണ്ട്, പുറം കൈ കൊണ്ട് കുട്ടികളെ തട്ടി മാറ്റാൻ പാടില്ല എന്നാണ് പറയണത്. അന്ന് ഭഗവാൻ പിണങ്ങിപ്പോയി സ്വാമിയാരോട്, ഇനി എന്നെ കാണണമെങ്കിൽ അങ്ങ് അനന്തങ്കാട്ടിൽ വരണം എന്ന് പറഞ്ഞ്. പക്ഷേ അന്ന് വരെ കണ്ട ആ ഓമന കുട്ടനെ സ്വാമിയാർ പിന്നെ കണ്ടിട്ടില്ല. അതാണ് സ്വാമിയാരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ അന്ന് ഈ അനന്തങ്കാട്ടിലേക്ക് പോകുന്നതിന്, അങ്ങനെ പറഞ്ഞു പിണങ്ങിപ്പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ശ്രീകൃഷ്ണനെ പിന്നെ സ്വാമിയാർ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെ പുറം കൈ കൊണ്ട് ഇങ്ങനെ നീക്കാൻ പാടില്ല എന്ന് പറയണത്. ആ തേജസ് ആരാ? ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഓടക്കുഴൽ കയ്യിലുണ്ട്, മയിൽപ്പീലി തലയിലുണ്ട്, പിന്നെ ആരാന്ന് ചോദിക്കണ്ടല്ലോ. അതാണ് ആ കപട തേജസ്സിനെ ഞാനങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എൻ്റെ കണ്ണുകളങ്ങനെ ദാഹിച്ചു മോഹിച്ച ആ രണ്ട് കണ്ണുകളും ഈ ഒരൊറ്റ തേജസ്സിനെയാണ് അന്വേഷിക്കുന്നത് എന്നാണ് സ്വാമിയാർ പറയണത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.